ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ എൻ്റെ ചോര നീരാക്കി ഉണ്ടാക്കിയത്, എന്തിനേറെ പറയണം, ഞാൻ എൻ്റെ സമയവും എൻ്റെ ഊർജ്ജവും ചെലവഴിച്ചുണ്ടാക്കിയതൊക്കെ ഒരു സുപ്രഭാതത്തിൽ എന്നിൽ നിന്ന് വഞ്ചിച്ച് എന്നെ പറ്റിച്ച് നീ കൊണ്ടുപോയാൽ ഒരു ദിവസമെങ്കിലും നീ സമാധാനമായിട്ട് ഉറങ്ങുമോ? നീ ഒരു ദിവസമെങ്കിലും നീ സമാധാനമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന തരാൻ ഞാൻ തയ്യാറാണ്. ഉറങ്ങത്തില്ലടാ, നീ ഉറങ്ങാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ പാഠം അത് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠമല്ല, സ്വന്തം ജീവിതം കൊണ്ടൊരാൾ, സ്വന്തം അനുഭവം കൊണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പാഠം. ഈ ആലപ്പുഴ അമ്പലപ്പുഴ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ഇലക്ട്രിക് ഷോപ്പ് തുടങ്ങി. അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരുപാട് സമ്പാദിച്ചു, അമ്പരച്ചുംബിയായ സൗധം ഉണ്ടാക്കി. ശേഷം അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഒരു സുപ്രഭാതത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഇതെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നുള്ളതാണ്. ഇപ്പം കർണാടകയിൽ ഏതോ ഒരു ഉൾഗ്രാമത്തിൽ ഒളിച്ചു കഴിയുന്നു. സ്വന്തം നാട്ടിൽ വന്ന് ഭാര്യനെ കാണാൻ പറ്റത്തില്ല, മക്കളെ കാണാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഓടിയാൾ. അതിൻ്റെ കാരണം അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചവർ പറഞ്ഞത്, ഈ പൈസ ഒന്നും നേർമാർഗത്തിൽ ഉണ്ടാക്കിയതല്ല. ഗൾഫിൽ ജോലി ഉണ്ടായിരിക്കെ തൻ്റെ കഫീൽ തനിക്ക് അന്നം കൊടുത്തവനെ യാതൊരുവിധ മനസ്താപവും ഇല്ലാതെ അടിവലി നടത്തി. അദ്ദേഹത്തിന് കിട്ടേണ്ട ലാഭത്തിൽ നിന്നൊരു വിഹിതം ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, പലതരത്തിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്നതിൻ്റെയൊക്കെ പ്രയോക്താവ് കൂടിയാണ് ഇദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിനെ യാതൊരു മനസ്താപവും ഇല്ലാതെ പറ്റിച്ച് കുറേ പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് അമ്പരച്ചുംബിയായ സൗദവും വലിയ സ്ഥാപനമൊക്കെ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം വിചാരിച്ചില്ല ഇദ്ദേഹത്തിന് അടിത്തറ കൂടി ഇളകി പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഞ്ചനയിലൂടെ പറ്റിക്കലിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് മാത്രമല്ല പോവുക, നമ്മൾ നേർമാർഗത്തിൽ ഉണ്ടാക്കിയതും കൂടി അതിന് അടിത്തറ കൂടി ഇളക്കിക്കൊണ്ട് പോകും. നമ്മുടെ കുടുംബം പോവും, നമ്മുടെ സമാധാനം പോവും, നമ്മുടെ മക്കൾ വഴിവഴച്ചു പോവും, എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്നേഹത്തെ പറയുകയാണ്, ഒരാളെയും പറ്റിച്ച് നമ്മൾ ഒരു രൂപ പോലും ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ ആ ഒരു രൂപ കൊണ്ട് നീ നേരായ വഴിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പോലും അടപടലം അടിത്തറ വരെ മാന്തിപ്പോവും. ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന ഒരു സംഗതിനൊക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് പലിശയുമായുള്ള ബന്ധം. ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ലോണും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, വലിയ വീട് വെച്ച ആളുകൾ, അവരോടൊക്കെ ചെന്നിട്ട് രഹസ്യമായിട്ട് ചോദിക്കൂ, ജീവിതത്തിൽ എന്നാണൊന്ന് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ടുള്ളതെന്ന്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ളിൽ താമസിക്കുന്ന റിളാബിൽ മൗജൂദ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട, ആരെയും പറ്റിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട 500 രൂപ 600 രൂപയൊക്കെ തൊഴിലിരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരൊക്കെ സുഖമായി സുന്ദരമായി ഉറങ്ങുന്നു. ഈ ശക്തമായ ചൂടുള്ള സമയത്ത് ഒരു മഴ വരുമല്ലോ, ആ മഴ വന്ന് നമ്മുടെ പ്രകൃതിയൊക്കെ തണുപ്പിക്കുമല്ലോ. ആ സമയത്ത് ബെഡിൽ തണുത്ത അന്തരീക്ഷത്തിൽ കട്ടിയുള്ള പുതപ്പ് തലക്ക് മുകളിൽ വലിച്ചിട്ട് നല്ല റാഹത്തോടു കൂടി ഉറങ്ങണമെങ്കിൽ മനസ്സിന് സമാധാനം വേണം. മനസ്സിന് സമാധാനമില്ലെങ്കിൽ മഴ പെയ്താലും തണുപ്പ് വന്നാലും ഉറക്കം കിട്ടത്തില്ല. അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ ജീവിതത്തിൽ ഒരാളെയും പറ്റിക്കാതിരിക്കുക.